അപ്പം ഞാന് ഹൗ ടു സർവൈവ് വൺ ഡേ മൈൻക്രാഫ്റ്റ് എന്ന് പറയുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വ്യൂസ് ഒക്കെ കിട്ടി. ഓക്കെ, അപ്പൊ അതിന്റെ ഹൗ ടു സർവൈവ് ഡേ 2 ഇൻ മൈൻക്രാഫ്റ്റ് ആണ് നമ്മളിപ്പോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് സീരീസ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുക. ഇപ്പൊ വൺ ഡേ ആയിരിക്കും അല്ലെങ്കിൽ വൺ ഡേ. അപ്പൊ ഞാൻ പറയാം. ഓക്കെ, ഇന്നലെ ഞാൻ ക്യാപ്കട്ടിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പൊ ക്യാപ്കട്ട് ഇന്നലെ എന്നെ ചതിച്ച് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഒക്കെ എടുത്ത് അവർ മറിച്ച് വെച്ചു. അപ്പൊ ഇന്നലെ ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ ഫുൾ ആർമർ സെറ്റാക്കി ഇത്രയും ഒരു വീടിനുള്ള ഒരു പ്ലേസ് കിട്ടി. ഇത് 25x4 പിന്നെ അതിനുള്ള ഐറ്റംസ് ഞാൻ ഗ്യാദർ ചെയ്തു. ഇത് 2 സ്റ്റാക്ക് 48 ലോഗുമാണ്. അപ്പം ബാക്കി എന്റെ കയ്യിലുണ്ടാകും 48. ഇതെത്ര എന്റെ കയ്യിലിരിക്കുന്നത്? ഇനി ഞാൻ ഇത് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ പ്രശ്നം ഈ ഷിഫ്റ്റ് എത്തിട്ട് ഇതെത്രയും ഓക്കെ. അപ്പൊ ഇനി എന്റെ കുറച്ച് ഇത് സാധനങ്ങളോ നോക്കി കുറച്ചും വെച്ച് നമുക്ക് പറ്റണ അത്രയും കൂടെ നമുക്ക് ചെയ്യാം. ബാക്കി ഇനി നമുക്ക് പോയി കൊപ്പിസ്റ്റോൺ വെക്കണം. അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് നിങ്ങളെ ബാക്കി വീഡിയോ ചെയ്യാം. ഓക്കെ, ഇടയ്ക്ക് എന്റെ വീഡിയോ പിന്നെ ചോദിച്ചു, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ തിരിച്ചു വന്നു. കറണ്ട് പോയി. നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, ഞാൻ അപ്പൊ ഇത് മൊത്തം ഒന്ന് വെച്ചിട്ട് ബാക്കി നമ്മള് ഇതുവരെ വെച്ചിട്ടുണ്ട്, എത്രയും വെച്ചിട്ടുണ്ട്. താഴത്തൊരു മൈനിങ് ഏരിയ ഉണ്ട്. ഇത് ഞാൻ കുറെ പോയി. ഇന്നലെ ഞാൻ 5 ഇപ്പൊ കാണിച്ചാണ് ഇതുവരെയൊക്കെ കുഴിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക്കുണ്ട്. വേണേ പോസ്റ്റ് ചെയ്ത് നോക്കിക്കോ. എനിക്ക് എല്ലാം കൂടെ കാണിച്ചു തരാൻ ഇപ്പൊ ടൈമില്ല. ഈ 33 എണ്ണത്തിൽ 3 ബാക്കിയുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ശരിക്കും അത് മൊത്തം കാണിക്കാൻ ടൈമില്ല. ഓക്കെ, ഹില്ലിലൂടെ കാണിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്യാം. ഒരു 6 സ്റ്റാക്ക് കൊബിൾസ്റ്റോൺ, പിന്നെ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഇനി കണ്ടിട്ട് ചെയ്യാം. ഞാനേ ഇങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ താഴെ വന്ന് എന്റെ മൈനിങ് ഏരിയയിൽ ഒന്നാണ് മൈൻഡ് ചെയ്തത്. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഇത് കണക്ക് ഈ കൊബിൾസ്റ്റോണും കിട്ടും, ഈ അയണും കിട്ടും. അപ്പൊ ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്ത് വരുന്നത് ഇവിടെ നിന്ന് എനിക്ക് അയൺ കിട്ടി, ഇവിടെ നിന്ന് എനിക്ക് അയൺ കിട്ടി, ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അയൺ കിട്ടും നോക്കിക്കൊണ്ടേക്ക്. ഇത് വൈക്കോടിനിട്ട് 13 ഇന്നലെ വന്ന് ഞാൻ മൈൻഡ് ചെയ്തത് 11. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ ഇത് കിട്ടിയാന്നോ, പക്ഷെ ഭാഗ്യത്തിന് വേണ്ട എന്റെ അയൺ പിക്കാക്സ് ഉണ്ടായത്. അപ്പൊ ഇത് വെച്ച് ഞങ്ങൾ മൈൻഡ് എടുക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ആലോചിച്ചത്. ഇത് ഇതൊരു ചെറിയ റെയർ ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡീപ് സൈറ്റ് ആണ് മിക്ക ഉള്ളതും വരുന്നത്. ഈ സ്റ്റോൺ ടച്ച് പറയണം, പക്ഷെ കുഴപ്പമില്ല. ഇത് എനിക്ക് ഇപ്പൊ കിട്ടിയെങ്കിൽ ഇനിയും കിട്ടും. അപ്പൊ ഞാൻ ഇത് മൊത്തം എടുക്കാം. അപ്പം പറയണ്ടല്ലോ. എടീ, ഏ 8 ഡയമണ്ട് കിട്ടി. ഫസ്റ്റ് ഡയമണ്ട് എത്രയേ ഉള്ളൂ. ബാക്കിയുള്ള ഞാൻ കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതാണ്ടോ, ഇപ്പൊ ഞാൻ അതോ അവിടെ നിന്ന് മൈൻഡ് ചെയ്ത് വരുന്നത്. കാര്യം ഇന്നലെ കുറെ ഞാൻ മൈൻഡ് ചെയ്തു, ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മൈൻഡ് ചെയ്തു, അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് മൈൻഡ് ചെയ്തു, പിന്നെ ഇങ്ങനെ മൈൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോകുന്നത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഞാൻ ഡയമണ്ട് എടുത്തു. 8 ഡയമണ്ട് ഇല്ലേ. എന്തായാലും മൈൻഡ് ചെയ്ത് നമ്മൾ ഡയമണ്ട് ഒപ്പിക്കുന്ന കാര്യം ഇച്ചിരി പാടായിരിക്കും. ഞാൻ ഇന്നലെ മൈൻഡ് ചെയ്ത് സ്ഥലത്തോട്ട് കയറിയതാണ്. ഈ ഗോൾഡ് എന്തായാലും ഞാൻ നോക്കുക. ഗോൾഡ് വലിയ ആവശ്യമില്ലെങ്കിലും നമുക്ക് ആവശ്യം വരും. നെതറേറ്റ് കാർഡ് പക്ഷെ ഈ വർഷമല്ല ആവശ്യം വരില്ല, 21 ലക്ഷം. ഓക്കെ, ഇപ്പൊ ഞാൻ ബാക്കിയായിട്ട് എടുക്കട്ടെ. അടിപൊളി, നമ്മള് കറങ്ങി തിരിഞ്ഞാണ്ട് വേറൊരു ഗുഹയിലെത്തി. എന്നാരും കൊല്ലല്ലേ, എന്നാരും കൊല്ലല്ലേ, കൊല്ലല്ലേ, കയറിയോ കയറിയോ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. പെട്ടെന്ന് ഇവിടുന്ന് ഉള്ള അയണൊക്കെ കൊത്തിയെടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന്. ഓ പോലെ 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 അങ്ങ് വാ. ആ, ഇവിടുന്ന് കയറാം. ഞാൻ ബാക്കി പിന്നെ റെക്കോർഡ് ചെയ്യാം. അവിടെ സ്റ്റോണ് പിന്നെ അയണാണോ? പോയാലോ.
അതെ കാണിച്ചു. വേണ്ട വേണ്ട വേണ്ട. ഷീൽഡ് പോലും ഇല്ല. ഓ ബൈ. ഞാൻ ബാക്കി പിന്നെ റെക്കോർഡ് ചെയ്യാം. എന്റെ ഈ ഒരു വിക്കറ്റ്സോടെ പൊട്ടുമ്പോ കംപ്ലീറ്റ് ആവും. ഇത് മൊത്തം പൊട്ടിക്കട്ടെ. ഇതായിട്ട് നമുക്ക് തിരിച്ചു പോവാം. വെയിറ്റ് ചെയ്യാൻ ഞാൻ എന്നിട്ട് ചെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓക്കെ. ഷീറ്റ് പൊട്ടിയാ. ആ ഓക്കെ. അപ്പൊ വീട്ടിൽ തരുമോ തിരിച്ചു വിട്ടില്ല. അപ്പൊ എന്റെ കുറെ സാധനങ്ങൾ കിട്ടി. എന്തായാലും ഇങ്ങോട്ട് വരാൻ എളുപ്പ വഴിയായി. പക്ഷെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കാണിച്ചു കേട്ടെ ഞാൻ നിങ്ങൾക്ക്. വേണ്ട എനിക്കിത് ഇത്ര ഇത് കിട്ടി. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഇത് മൊത്തം നിറയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ഇത് ഫുള്ളാക്കി. ഇവിടെ നിന്ന് മൈനിങ് ഏരിയ പോകാനുള്ള കുറച്ച് വിട്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പ് പോലെ വെക്കാം. ഇത് നമ്മൾ റെഡി ആക്കണുണ്ടോ മൈനിങ് ഏരിയ? അതെ. പക്ഷെ ഞാൻ ഇത് വിചാരിച്ചില്ല ഇത് ഇതിനകത്താവും. ബാക്കി എന്റെ ഇത്ര ഐറ്റംസ് ബാക്കി വന്നിട്ടുണ്ട്. ഒരു 3-2 സ്ഥലം. ഓക്കെ. അപ്പൊ ഇനി ഇതൊക്കെ ഞാൻ റെഡിയാക്കട്ടെ. വീടിന്റെ ജസ്റ്റ് ഒരു രീതിയിലൊരു ഒരു മതിൽ ഫുള്ള് വെക്കട്ടെ. ഓക്കെ. നമ്മളപ്പോ ഇത് മൊത്തം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഇത് 3 ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ. 3 ബ്ലോക്ക് ആയിട്ട് തന്നെ വെച്ചോളൂ. അപ്പം നമുക്ക് ഇതിനെ ഒരു മുറിയായിട്ട് വേണ്ട അല്ലേ? അങ്ങനെ ആക്കട്ടെ. അങ്ങനെ ആക്കാം അല്ലേ? ഓക്കെ. അപ്പൊ അത് ഞാൻ ചെയ്തിട്ടതാവും. ഗസ് അപ്പൊ നമ്മളത് ഇത്ര ആക്കിയിട്ടുണ്ട്. ആ റൂമൊക്കെ ഇട്ട് നൈസ് ആക്കി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് നമ്മള് ഞാൻ ഇങ്ങനെ 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 കേട്ടാ മറ്റേ പണ്ടത്തെ ഓട് വീടറങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു രീതി കാണിച്ചുതരാം. ഇങ്ങനെ നോക്ക്. ഇതേ കണക്ക് അതാണ് ചെയ്യാൻ കിട്ടിയത്. ആലോചിച്ചത്. പക്ഷേ ഇത് അങ്ങനെ ആക്കുവാണെങ്കിൽ എന്റെ പകുതി റിസോഴ്സ് അങ്ങനെ പോകും. ഇത് ഭയങ്കര വലുതായിരിക്കും, ഭയങ്കര വീടായിരിക്കും. പക്ഷെ കുഴപ്പമില്ല. നമുക്ക് നോക്കാം. ഇല്ല ഞാൻ തന്നെ വിളിച്ചോ. നമുക്കിപ്പം ഇത് മൊത്തം ഞാൻ ബിൽഡ് ചെയ്ത് അത് നിങ്ങൾക്ക് നോക്കിയ കുറച്ച് മാറ്റങ്ങൾ കാണാം. ഞാൻ ഇവിടെ നിന്ന് കുറെ പൊട്ടിച്ചെടുത്തു. കാര്യം ഇത് നമ്മൾ വിചാരിച്ച കണക്കല്ല. ഇത് നല്ല പാടാണ്. അതുപോലെ ഇത് വലിയ ലുക്ക് ആവൂല അത്രയും നീളമൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിനെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് വീട് കണക്ക് ആക്കണം. ഫ്രണ്ടിൽ ഇപ്പൊ ഒന്നും ആയിട്ടില്ല. നമുക്കിനി ഫ്രണ്ടിൽ കുറച്ച് പണിയുണ്ട്. ഏകദേശം ഇത് സെന്റർ പിടിക്കണം. ഇത് 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 നടുക്കൂടെ ഇതിന്റെ നടുക്ക് 2 ബ്ലോക്ക് വരും. അപ്പൊ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പൊ ഞാൻ ഇവിടെ ബ്ലോക്ക് വെക്കുന്നത് വേറെ ആവശ്യത്തിനാണ് നമുക്ക് മനസ്സിലാവും. കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറക്കി നിൽക്കാം. അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് ഇത്ര മൊത്തവും ബിൽഡ് ചെയ്യാൻ നിൽക്കി കഴിഞ്ഞാൽ ഞാൻ മടുക്കും. നമുക്ക് പറ്റി കണക്ക് ബിൽഡ് ചെയ്യാം. എന്നാലും നാളെ കളിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ എന്തായാലും എന്റെ ഈ വീഡിയോ ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇടാം. കുറെ ടൈം എടുക്കും ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തത്. ഇപ്പൊ കുറെയൊക്കെ ഞാൻ മാറ്റങ്ങൾ വെച്ച് ഇങ്ങോട്ട് കയറാനുള്ളതൊന്നും പഠിക്കും. അതെ. ഈ വീഡിയോ എന്തായാലും ഇന്നത്തേക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് യൂട്യൂബിലേക്ക് ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. കാണാത്തവരൊക്കെ പോയി കണ്ടോ പറ്റുമെങ്കിൽ. ഇപ്പൊ നമ്മള് ഇത്രേ ഉള്ളൂ. ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു കാണാൻ ലുക്കുള്ള രീതിയിലാക്കി എടുക്കണം. ഓക്കെ. ബൈ ബൈ.